ഈ ഒളിച്ചോടുക എന്ന് പറയുന്നത് തന്നെ അതിന്റെ അർത്ഥം എന്താണ്? അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സ്വാഭാവികമായും അവർക്ക് അഭിപ്രായം പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രതീക്ഷയുടെ ഭാഗമായി കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ പ്രവർത്തിച്ച ഒരു മുന്നണിയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഒരു ബഡ്ജറ്റൊക്കെ അവതരിപ്പിക്കുന്നതിന് മുമ്പ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി യോഗങ്ങൾ കൂടും. ഓരോ പാർട്ടികളും അതിൻ്റെതായ അഭിപ്രായങ്ങൾ പറയും, പഠിച്ചിട്ട് ഓരോ മേഖലയിലുള്ള അഭിപ്രായങ്ങൾ പറയും. അങ്ങനെയൊക്കെ ആയിരുന്നു സ്വാഭാവികമായും ഇടതുപക്ഷ മുന്നണിയുടെ ബഡ്ജറ്റും അതുപോലുള്ള പ്രവർത്തനങ്ങളൊക്കെ ബന്ധപ്പെട്ട് വരിക. അപ്പൊ ഘടനയിൽ നിന്ന് ഒരുപാട് വ്യത്യാസം വരികയാണ്. മുന്നണിയോ ഗവൺമെന്റോ എന്ന് ഒന്നുപോലും പറയാൻ കഴിയാതെ കേന്ദ്രീകൃതമായ ഏകാധിപത്യ പ്രവണതയാണ് എന്ന് നമുക്ക് നോക്കിക്കാണാൻ കഴിയാം. വികസനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും അധികം ബഡ്ജറ്റിലൂടെ ഉന്നയിക്കുന്ന കാര്യങ്ങൾ എന്താണ്? വികസനമാണ്. അതിൽ പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിപ്പോൾ DA കുടിശ്ശിക പറഞ്ഞു. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന DA കുടിശ്ശികയുടെ ആനുപാതികമായി സംസ്ഥാന ഗവൺമെന്റും ആ DA കുടിശ്ശിക കൊടുക്കണം. പക്ഷെ അതിലുപരിയുള്ള പ്രശ്നം ഇവിടെ ഉണ്ട്. നമ്മുടെ നാട് കാർഷിക രാജ്യമാണ്, നമ്മുടെ കാർഷിക സംസ്ഥാനമാണ് നമ്മുടെ കേരളം. നമ്മുടെ സംസ്ഥാനത്ത് കാർഷിക മേഖലയിൽ എന്ത് ചെയ്യാൻ കഴിയും? കാർഷിക മേഖല ഇന്ന് പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ വ്യവസായ മേഖലകൾ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണ്. പൊതുമേഖലകൾ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ നമ്മൾ ചെയ്തിരുന്നത്, ഞങ്ങളൊക്കെ LDFന്റെ ഭാഗമായിരുന്നല്ലോ ഒരു കാലഘട്ടത്തിൽ. അന്നൊക്കെ ചെയ്തിരുന്നത് എന്താ? പൊതുമേഖലയിലൂടെയാണ് ഏറ്റവും അധികം തൊഴിലവസരം സൃഷ്ടിച്ചിരുന്നത്. ആ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അവസ്ഥ ഇപ്പൊ എന്താണ്? പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാണ്. മാത്രമല്ല, പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാനേജ്മെന്റ് അല്ല ഇപ്പൊ ഉള്ളത്, എല്ലാം CITയുടെ ഭരണമാണ്. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിലെ ബാക്കി എല്ലാ ഘടകകക്ഷികളും നേതൃത്വം കൊടുക്കുന്ന വകുപ്പും ഭരിക്കുന്നത് CPM-ഉം CIT-യുമാണ്. അതിന്റെ ഏറ്റവും അവസാന ഉദാഹരണമാണ് നമുക്ക് പുതിയ മന്ത്രി വന്ന് ഗണേഷ് കുമാർ മന്ത്രിയായി വന്നു. ഗണേഷ് കുമാറിന് ഗതാഗത വകുപ്പിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാൻ കഴിയില്ല, തൊടിക്കില്ല. അവിടെ CIT പറയുന്നതിനും CPM-ഉം പറയുന്നതിനപ്പുറം ഒരു നിലപാട് എടുക്കാനും ഒരു മന്ത്രിക്കും കഴിയില്ല. അതിന്റെ കാരണം എന്താണ്? അവിടെയാണ് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തു. ഇന്ന് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇല്ല. ഒരു ജനാധിപത്യത്തെ പൂർണ്ണമായും നശിപ്പിച്ചിരിക്കുകയാണ്. മുന്നണിയുമില്ല, ഗവൺമെന്റ് ആയാലും ശരി. ഇവിടെ എല്ലാം ഏകാധിപതിയെ പോലെ ഭരിക്കുന്ന ഒരു സംവിധാനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പൊ നമ്മളെ സംസ്ഥാനത്തില് ലോട്ടറിയും അതുപോലെ തന്നെ ബിവറേജ് കോർപ്പറേഷനിലേക്ക് എന്താ അവസ്ഥ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ ലോട്ടറി എടുക്കുന്ന ആരാണ്? ഈ ബിവറേജ് മദ്യം ഉപയോഗിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ലോട്ടറി എടുക്കുന്നത്. അവർ ബിവറേജ് കയറി മദ്യം വാങ്ങിയിട്ട് അവർക്ക് പ്രതീക്ഷ എന്താണ്? ലോട്ടറിയിലാണ്. അപ്പൊ ഈ ലോട്ടറിയും ബിവറേജസും കൂടെ ഏതെങ്കിലും അർത്ഥത്തിൽ ഒന്ന് മാറ്റി നിർത്തിയാൽ, ഇടതുമുന്നണി പറഞ്ഞിരുന്ന നയം എന്താണ്? ഘട്ടം ഘട്ടമായി മദ്യ നിരോധനം ബോധവൽക്കരണത്തിലൂടെ നടപ്പിലാക്കുന്നതാണ്. എന്നാൽ ഘട്ടഘട്ടമായി എല്ലാ സ്ഥലങ്ങളിലും ബാറും മറ്റ് സംവിധാനം ഉണ്ടാകുകയാണ്. അതിന് കാരണം എന്താണ്? ഗവൺമെന്റിന് മുൻകാഴ്ച ഇല്ലാതെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതുകൊണ്ട് ഇവിടെ ഒന്നും നടക്കാൻ സാധ്യതയില്ല. വരുമാനമില്ലാതെ, സാമ്പത്തികമായി വരുമാനമില്ലാത്ത ഒരു ഗവൺമെന്റ് എന്താ ചെയ്യുക? നമുക്കറിയാം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റും പറഞ്ഞ അഭിപ്രായങ്ങൾ സംസ്ഥാനത്തെ കുറിച്ചിട്ട്. നമ്മുടെ സംസ്ഥാനത്തിലെ ഗവൺമെന്റ് ഏതെല്ലാം മേഖലയിൽ ഏതെല്ലാം രീതിയിലാണ് വികസന പ്രവർത്തനം നടപ്പിലാക്കേണ്ടത്, ഏതെല്ലാം ഫണ്ടുകളാണ് കേന്ദ്ര ഗവൺമെന്റ് തരുന്ന ഫണ്ടുകൾ ഉപയോഗിക്കേണ്ടത്, ആ ഫണ്ടെല്ലാം വകമാറ്റി ചെലവാക്കുകയാണ്. എന്നിട്ട് ശരിയായ കണക്ക് ഗവൺമെന്റ് കൊടുക്കുന്നു, കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നില്ല. അങ്ങനെ കൊടുക്കാതെ വരുമ്പോൾ പിന്നെ എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെന്റ് മറ്റു നടപടികളുമായി മുന്നോട്ട് പോവുക? ഈ നടപ്പിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ മറ്റാരെങ്കിലും മുമ്പിൽ കുറ്റം പറയുമ്പോൾ, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുമ്പോൾ, കേന്ദ്ര ഗവൺമെന്റിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ വ്യക്തമായ അഭിപ്രായം നമ്മുടെ കേരളത്തിൽ വന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പല സ്റ്റേറ്റ്മെന്റിലും നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, സ്വാഭാവികമായും കേരളത്തിലെ ഈ ഗവൺമെന്റ് ഈ ബഡ്ജറ്റിൽ ഞാൻ ഒരു പ്രതീക്ഷയും കാണുന്നില്ല. പിന്നെ നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞു പാർലമെന്റ് ഇലക്ഷൻ ഉള്ളത് കൊണ്ട്, ആ പാർലമെന്റിലെ ഇലക്ഷൻ ഉള്ളത് കൊണ്ട് ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. പക്ഷെ നടപ്പിലാക്കാനുള്ള സാമ്പത്തിക സ്ഥിതി വേണ്ടേ? ആരെ മുകളിലെ സെസ് കൊണ്ടുവന്നു? പെട്രോളിയം നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന നടപടിക്രമങ്ങൾ നമ്മളെ നോക്കിക്കാണുകയാണ്. ഏതെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഏതെങ്കിലും കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്നുണ്ടോ? സാധാരണക്കാരൻ, കർഷകന്, അതുപോലെ തന്നെ നെല്ല് സംഭരണത്തെ കുറിച്ച് എടുത്തു പറയുന്നു. കാർഷിക മേഖലയിലോ വ്യവസായ മേഖലയിലോ പൊതുമേഖലാ മേഖലയിലോ ഒരു വികസനങ്ങൾ നടത്താൻ പറ്റില്ല. ടൂറിസത്തെ കുറിച്ച് പറഞ്ഞു.
ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും അധികം ശ്രദ്ധേയമായ ടൂറിസം ഡെവലപ്പ് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്, രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. APJ അബ്ദുൽ കലാം, നമ്മുടെ മുൻ പ്രസിഡന്റ് APJ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ലോകത്തിലെ ഇന്ത്യ ഒന്നാമത്തെ ശക്തിയായി വളരാൻ കഴിയും 3 മേഖലയാണ്. 1 അഗ്രികൾച്ചർ, 2 ടൂറിസം, 3 മെഡിസിൻസ്, ഈ ആയുർവേദ മെഡിസിൻസ് ഒക്കെ. അപ്പൊ ഇതുപോലെയുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട്, കേരളത്തിൽ പ്രത്യേകിച്ചും. പക്ഷെ ടൂറിസത്തെ എത്രമാത്രം എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടോ? അതിനെന്താ കാരണം? കേരളത്തിലെ ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ദീർഘവീക്ഷണമുണ്ടോ? ഇല്ല. അദ്ദേഹം ഒരു ദാർഷ്ട്യത്തിന്റെ ഭാഗമായിട്ടാണ്, അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ നോക്കിക്കാണേണ്ട എന്താ, മന്ത്രിമാർക്ക് പോലും മുഖ്യമന്ത്രിയുമായി നേരിട്ട് സംസാരിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്കാണ് പോവുക. പണ്ടത്തെ ഇപ്പോഴത്തെ പണ്ടത്തെ ഹെഡ് മാസ്റ്റർ മുമ്പ് കുട്ടികൾ എങ്ങനെയാണ് നിൽക്കുന്നത് അതുപോലെയാണ് ഇന്നത്തെ മന്ത്രിമാർ മുഖ്യമന്ത്രിയുടെ മുന്നിൽ നിൽക്കുക. ഇതായിരുന്നു ഇടതുപക്ഷ മുന്നണി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ മുഖ്യമന്ത്രിയോടൊപ്പം പവർഫുൾ മന്ത്രിമാരായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. എല്ലാവർക്കും അതിൻ്റെ ഐഡിയോളജി, ഐഡന്റിറ്റി, പേഴ്സണാലിറ്റി ഇതൊക്കെ ഉണ്ടായിരുന്നില്ലേ? നമ്മൾ എടുത്ത് പരിശോധിക്കും. ഇപ്പൊ അങ്ങനെ എടുത്ത് പറയാൻ കഴിയുന്ന ഒരു മന്ത്രി ഉണ്ടോ? അങ്ങനെ അഭിപ്രായം പറയുന്ന മന്ത്രി ഉണ്ടോ? അല്ലെങ്കിൽ തീരുമാനം എടുക്കാൻ കഴിയുന്ന മന്ത്രി ഉണ്ടോ? ഒന്നുമില്ല. അതിന്റെ പ്രധാന കാരണം കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി നശിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ജനാധിപത്യ പാർട്ടികൾ പൂർണ്ണമായും നശിക്കുകയാണ്. ഇപ്പൊ റബ്ബറിനെ കുറിച്ച് പറയുന്നു, റബ്ബറിന്റെ താങ്ങൂല, റബ്ബറിന് സംരക്ഷണം കൊടുക്കുന്ന കർഷകർക്ക് സംരക്ഷണം കൊടുക്കുന്ന കാര്യം പറഞ്ഞു. എന്റെ ജോസ് കെ മാണി മിണ്ടുന്നില്ല. മാണി സാറാണെങ്കിൽ അഭിപ്രായം പറയില്ലേ? മാണി സാറ് എടുത്തുള്ള ഓരോ നിലപാടുകൾ നമ്മൾ കണ്ടിട്ടില്ലേ? അവിടെയാണ് ഞാൻ പറഞ്ഞത്, അവസരവാദ രാഷ്ട്രീയം സ്വീകരിച്ചുകൊണ്ട് അധികാര താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വാർത്ഥ തീരുമാനങ്ങൾ എടുക്കുന്നവരാണ് ഈ മന്ത്രിസഭയിലും ഈ മുന്നണിയിലും ഉള്ളത്. ഇപ്പൊ കാനൻ രാജേന്ദ്രൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നേതാക്കളിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിന് വ്യക്തമായ നിലപാടുകൾ ഉണ്ടായിരുന്നു. പല കാര്യങ്ങളും അദ്ദേഹം LDFന് ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരെ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. ഇപ്പോഴത്തെ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് CPM ബന്ധപ്പെട്ട് നിലപാട് സ്വീകരിക്കാൻ കഴിയുമോ? CPM എന്ന് പറയുന്ന പാർട്ടി നമുക്കറിയാം, CPMന്റെ സംസ്ഥാന സെക്രട്ടറിമാർ ആരെല്ലാമായിരുന്നു, അവർ എന്തായിരുന്നു അവരുടെ നിലപാടുകൾ? ഇപ്പൊ ഏറാമൂടിയായി മാറുന്ന ഒരു സെക്രട്ടറി അല്ലേ ഉള്ളത്. മുഖ്യമന്ത്രിയെയും കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പത്രമാധ്യമങ്ങളെ കാണുന്ന ഒരു പാർട്ടി സെക്രട്ടറി അല്ലേ ഉള്ളത്. കോടിയേരി ബാലകൃഷ്ണൻ പോലുള്ള സെക്രട്ടറിമാരുണ്ടായിരുന്നല്ലോ. നമുക്ക് അദ്ദേഹത്തിന്റെ മകനെതിരെ ആരോപണം വന്നു. അദ്ദേഹം എന്താ പറഞ്ഞത്? അവൻ തെറ്റേറ്റുള്ളവൻ തൂക്കിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ഇടതുപക്ഷ മുന്നണിയുടെ നയത്തിന് വിരുദ്ധമായ സമീപനങ്ങൾ സ്വീകരിക്കുന്ന ഒരു CPM മുഖ്യമന്ത്രിയും ആ നിലപാടുകളിൽ നിന്നും ആ ഉണ്ടായ ആരോപണങ്ങൾക്ക് എന്തുകൊണ്ട് മറുപടി പറയാൻ കഴിയുന്നില്ല? ഞാനിത് പറഞ്ഞ വെറുതെ അല്ല. ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ കൂടിയാലോചന നടക്കുന്ന ഒരു കൂടിയാലോചനയുള്ള ഒരു ഗവൺമെന്റോ മുന്നണിയോ അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടെങ്കിലല്ലേ എല്ലാ മേഖലയും സ്പർശിക്കാൻ കഴിയൂ. ഇവിടെ അങ്ങനെ ആ ഒരു സാഹചര്യം ഇല്ല. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ഉത്സവ കമ്മിറ്റിയിലെ നോട്ടീസ് പോലെ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. കാരണം പ്രഖ്യാപിക്കുക എന്തുവേണം പ്രഖ്യാപിക്കുക, നടപ്പിലാക്കാനല്ലേ പാട്. നടപ്പിലാക്കണമെങ്കിൽ എന്തുവേണം? പ്രായോഗികമായ സാമ്പത്തിക സ്ഥിതി വേണം, ബാക്കി സംവിധാനങ്ങൾ വേണം. ഇവിടെ കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഭീകരമായ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ നിങ്ങൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചു, വിവിധമായിട്ടുള്ള മേഖലകളിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് നടക്കുമ്പോൾ ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാടുകൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന നിലപാടുകൾ, ഇപ്പൊ പല യാത്രകളിൽ നവകേരള സദസ്സും കേരളീയും അതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. ഏതെങ്കിലും ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഗുണം ചെയ്തിട്ടുണ്ടോ? ഈ യാത്ര കൊണ്ട് ഒരു ബസ്സിൽ എല്ലാ മന്ത്രിമാരും യാത്ര ചെയ്യുന്നു. ആ മന്ത്രിമാരുടെ കാർ അതുപോലെ സ്റ്റാഫും എല്ലാം കൂടെ 100, 125, 130 വാഹനങ്ങൾ പിറകെ വരികയാണ്. ഇത് എന്തിനാ? ഇത് ആരെ കാണിക്കാനാ? ആ ബസ്സിൽ തന്നെ ലിഫ്റ്റും. അതിന് മറുപടി AK ബാലൻ പറയുന്നു അതൊരു കാഴ്ച ബംഗ്ലാവിൽ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ബസ് കാണാൻ പോകും. എത്ര ബാലിശമായ വാക്കുകളാണ്. നമ്മുടെ നാട്ടിൽ ഒരു നേരം ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവർ, അതുപോലെ തന്നെ ജോലിയില്ല, ക്ഷേമ പെൻഷൻ കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. പക്ഷെ ഇവിടെ ഒരു പ്രധാനമായും നികുതി പിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രധാന വിഷയമുണ്ട്. പാവപ്പെട്ടവൻ 10 രൂപ അടയ്ക്കാണ്ട് 55 രൂപ അല്ലെങ്കിൽ 25 രൂപ കറണ്ട് ബില്ല് അടയ്ക്കാനുണ്ടെങ്കിൽ അവന്റെ കറണ്ടപ്പ കട്ട് ചെയ്യാണ്. 100 രൂപ വാട്ടർ അതോറിറ്റിയിൽ പൈസ അടത്തില്ല, കട്ട് ചെയ്യാണ്. കേരളത്തിലെ സമ്പന്നന്റെ എത്ര നികുതി, എത്ര നൂറുകണക്കിന് കോടി രൂപയാണ് നികുതി അടക്കേണ്ടത്. എന്താ പിരിച്ചെടുക്കാത്ത?
ആ മുതലാളിമാരുമായി കേരളത്തിലെ CPM-നുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ്. എത്ര കോടി രൂപ പിരിച്ചെടുക്കാനുള്ള കേരളത്തില്? അത് പിരിച്ചെടുക്കൂല. അപ്പൊ സാധാരണക്കാരന്റെ ഗവൺമെന്റ് അല്ല ഇത് ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു ഏകാധിപത്യ പ്രവണതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സമീപനമാണ് കാണുന്നത്. ഗവൺമെന്റ് ഇന്ന് സമ്പന്നന്റെ പിന്നാലെയാണ്. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുമെന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്താ? സർവ്വരാജ്യ മുതലാളിമാരെ സംഘടിപ്പിക്കുന്നത്. എന്തുകൊണ്ട് ഇതുണ്ടാകുന്നു? ലോകത്ത് കമ്മ്യൂണിസം ഇല്ലാതായതിന്റെ സാഹചര്യം എന്താണ്? ഒരു വികസനങ്ങൾക്കും ഒരു ക്ഷേമകാര്യങ്ങൾക്കും ഇവർ അംഗീകരിക്കില്ല.